ബിജെപിയിൽ അംഗത്വമെടുത്ത മുൻ ദേവികുളം എംഎൽഎ എസ് രാജേന്ദ്രനും സിപിഐ നേതാവുമായിരുന്ന ജി.എൻ. ഗുരുനാഥനും ബിജെപിയിൽ ചേരുന്നത് മറ്റു പ്രവർത്തകർക്കും നാളെ മൂന്നാറിൽ ബിജെപിയിൽ സ്വീകരണമൊരുക്കും. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ആയിരക്കണക്കിന് പ്രവർത്തകരെ അണിനിരത്തി ദേവികുളം മണ്ഡലത്തിൽ തങ്ങളുടെ കരുത്ത് കാട്ടണമെന്ന പ്രതീക്ഷയിലാണ് ബിജെപി നേതൃത്വം. അതേസമയം എസ് രാജേന്ദ്രനും ജി.എൻ. ഗുരുനാഥനും ബിജെപിയിൽ ചേർന്നതുകൊണ്ട് എൽ.ഡി.എഫിന് ഒരു പോറലും സംഭവിക്കില്ല എന്ന എൽ.ഡി.എഫിന്റെ വിശദീകരണം. ഏറെ നാളത്തെ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടായിരുന്നു ദേവികുളം മുൻ എം.എൽ.എ എസ് രാജേന്ദ്രൻ ദിവസങ്ങൾക്ക് മുമ്പ് ബിജെപിയിൽ അംഗത്വമെടുത്തത്. രാജേന്ദ്രനൊപ്പം സിപിഐ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജി.എൻ. ഗുരുനാഥനും ബിജെപിയിൽ ചേർന്നു. ജില്ലയിലെ ആകെ മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ തങ്ങൾക്ക് ക്രമാനുഗതമായ വളർച്ചയുണ്ടെന്ന് ബിജെപി കരുതുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ദേവികുളം. മുൻ എം.എൽ.എ എസ് രാജേന്ദ്രൻ ബിജെപിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് മണ്ഡലത്തിൽ തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് ബിജെപി നേതൃത്വം കണക്കുകൂട്ടുന്നു. ഈ സാഹചര്യത്തിലാണ് എസ് രാജേന്ദ്രനും ജി.എൻ. ഗുരുനാഥനുമടക്കം ബിജെപിക്കൊപ്പം ചേർന്നവർക്ക് നാളെ മൂന്നാറിൽ സ്വീകരണമൊരുക്കുന്നത്. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ബിജെപി തമിഴ്നാട് മുൻ സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലയടക്കം നിരവധി നേതാക്കളും സമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളനത്തിന് മുന്നോടിയായി മൂന്നാർ ടൗണിൽ നിന്നും സമ്മേളന വേദിയിലേക്ക് പ്രകടനം നടക്കും. സിപിഐയിൽ നിന്നും സിപിഐഎമ്മിൽ നിന്നും മൂന്നാറിലെ നിരവധി ആളുകൾ ബിജെപിയിൽ ചേരുമെന്നും ബിജെപി നേതൃത്വം വ്യക്തമാക്കി. സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുക്കുന്ന പരിപാടി എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തവും പുതുതായിട്ട് ബിജെപിയിലേക്ക് ചേരുന്ന ആൾക്കാരെ സ്വീകരിക്കുന്ന പരിപാടിയും അത് മാക്സിമം സിപിഎമ്മിൽ നിന്നും സിപിഐയിൽ നിന്നും ഒക്കെയുള്ള മാക്സിമം ആൾക്കാരെ പങ്കെടുപ്പിച്ചുള്ള പരിപാടിയായിട്ടാണ് നമ്മൾ നിലവിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. തോട്ടം തൊഴിലാളികളിൽ നല്ലൊരു ശതമാനം ആളുകളും നാളെ ബിജെപിയുടെ മെമ്പർഷിപ്പ് സ്വീകരിക്കുന്നുണ്ടാവും. അവർക്ക് ബിജെപിയുടെ മെമ്പർഷിപ്പിനോടൊപ്പം തന്നെ തോട്ടം മേഖലയിലും മറ്റ് സ്ഥലങ്ങളിലുമെല്ലാം ബിജെപിയിലേക്ക് ചേരാൻ പറ്റുന്ന സമാന മനസ്സ് ഉള്ള ആളുകളെയും കൂടി കൂട്ടുവാനുള്ള ഒരു പരിശ്രമം ബിജെപിയുടെ ഭാഗത്തുനിന്ന് വരും കാലഘട്ടങ്ങളിലും ഈ മൂന്നാർ ഭാഗത്തുണ്ടാവും. അതേസമയം മുൻ എം.എൽ.എ എസ് രാജേന്ദ്രനും ജി.എൻ. ഗുരുനാഥനും ബിജെപിയിൽ ചേർന്നതിനാൽ എൽ.ഡി.എഫിന് ഒരു പോറൽ പോലും ഏൽക്കില്ലെന്നാണ് എൽ.ഡി.എഫ് നേതാക്കളുടെ വിശദീകരണം. മുൻ എം.എൽ.എ എസ് രാജേന്ദ്രനാവട്ടെ, ഞങ്ങളിത് പോയ ശ്രീ ജി.എൻ. ഗുരുനാഥനാവട്ടെ, ഇതെല്ലാം പാർട്ടി വിരുദ്ധ പ്രവർത്തനം സംഘടിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക്, മൂന്നാറിലെയും ദേവികുളത്തെയും ജനങ്ങൾക്ക് നന്നായി ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്നതാണ്. ഇപ്പോൾ സംഘടനയായിട്ട് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചട്ടക്കൂട്ടി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയല്ല. അതുകൊണ്ട് ഇവർ രണ്ടുപേരും പോയത് കൊണ്ടൊന്നും തോട്ടമേൽ വലിയ സംഭവിക്കാൻ പോകുന്നില്ല. എസ് രാജേന്ദ്രൻ സിപിഐഎം ബന്ധം ഉപേക്ഷിച്ച ശേഷം എം എം മണിയടക്കമുള്ള മുതിർന്ന സിപിഐഎം നേതാക്കൾ രാജേന്ദ്രനെ പ്രസ്താവനകളിലൂടെ കടന്നാക്രമിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ തങ്ങളുടെ കരുത്ത് തെളിയിക്കാനുള്ള പൊതുവേദിയായി കൂടിയാണ് സ്വീകരണ സമ്മേളനത്തെ എസ് രാജേന്ദ്രനും ബിജെപിയും നോക്കിക്കാണുന്നത്. സ്വീകരണ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വിപുലമായ ഒരുക്കങ്ങളാണ് മൂന്നാറിൽ ബിജെപി നേതൃത്വം നടത്തിയിട്ടുള്ളത്. എസ് രാജേന്ദ്രനും ജി.എൻ. ഗുരുനാഥനും ബിജെപിയിൽ ചേർന്നതിനാൽ എൽ.ഡി.എഫിന് ഒരു പോറൽ പോലും സംഭവിക്കില്ല എന്നതാണ് എൽ.ഡി.എഫ് നേതാക്കളുടെ വിശദീകരണം. അതേസമയം നാളെ നടക്കുന്ന പരിപാടിയിൽ തൊഴിലാളികളെ അണിനിരത്തി കരുത്തു കാട്ടാനാണ് ബിജെപിയുടെ ശ്രമം. ക്യാമറമാൻ എ പി രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.